ഹോട്ട്ലൈനിലേക്ക് വീണ്ടും ADN നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് മലയാളപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് SHO ശ്രീജിത്ത് കൊടേരി, CPOമാരായ ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് ADMന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ ഒരു സംഭവം നടന്ന് ഈ ADMന്റെ മരണം നടന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ടോം, അല്പസമയം മുമ്പാണ് കണ്ണൂരിനെത്തിയ അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയത്. 2.5 മണിക്കൂറോളം വീട്ടിൽ നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയത്. വിശദമായ മൊഴി എടുക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂരിലെ SHO ശ്രീജിത്ത് കൊടേരി ഒപ്പം 2 CPOമാരും രാവിലെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളിൽ നിന്നും, അതായത് പ്രധാനമായും മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒപ്പം സഹോദരൻ പ്രവീൺ ബാബു എന്നിവരിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ മൊഴി എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. അന്വേഷണം ശരിയായ രീതിയിലുള്ള ദുരൂഹത ഈ കാര്യത്തിലുണ്ട്, അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട 3 പേര് രാവിലെ വീട്ടിലെത്തിക്കും. ഏകദേശം 2.5 മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ച് വിശദമായ മൊഴി 2 പേരിൽ നിന്നാണ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം മടങ്ങിയത്. അവർ പ്രധാനമായും നേരത്തെ നൽകിയ മൊഴിയുമായി ഉറച്ചു നിൽക്കുന്നതെന്നാണ് ഈ വീട്ടുകാർ, നവീൻ ബാബുവിന്റെ സഹോദരനും ഒപ്പം ഭാര്യ മഞ്ജുഷയും വ്യക്തമാക്കുന്നത്. കളക്ടർക്കെതിരെയും അതുപോലെ തന്നെ ദിവ്യക്കെതിരെയുള്ള മൊഴി അത് നേരത്തെ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഉറച്ചു നിൽക്കുന്നു. വിശദമായ അന്വേഷണം വേണം. അത്തരത്തിൽ അന്വേഷണം ഇല്ലാത്തതിന്റെ സാഹചര്യത്തിലാണ് നേരത്തെ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം എത്തിയത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത വരുത്തുക എന്നാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം ഉദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ അത് പറയുന്നതിന്, അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരമാവധി ഒരു നിയന്ത്രണമുണ്ട്. കാരണം കോടതിയിലെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ച കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് കളക്ടർക്കെതിരെയുള്ള ആരോപണങ്ങൾ, അത് പ്രധാനമായും നവീൻ ബാബുവും കളക്ടറുമായി ഉള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബം വീണ്ടും ആവർത്തിച്ചു. അതുപോലെ തന്നെ കുറ്റസമ്മതം നവീൻ ബാബു നടത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷണം ചോദിച്ചു. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു മറുപടി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രശാന്തിനെതിരെ മൊഴി പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. അക്കാര്യത്തിലും കുടുംബം കൃത്യമായ ഒരു വിശദീകരണം നൽകിയെന്നാണ് പറയുന്നത്. പക്ഷെ അക്കാര്യം എന്താണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അതിന് പറയുന്നതിന് പരിമിതിയുണ്ട്. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പറയുന്നതിന് പരിമിതിയുണ്ട് എന്ന കാര്യത്തിലാണ് എന്ത് മൊഴിയാണ് നൽകിയത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മളോട് പറയാൻ കുടുംബം തയ്യാറായിട്ടില്ല. അത് കേസിന്റെ കാര്യമായതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷെ എന്നാലും നിലവിലുള്ള ചില സൂചനകൾ നൽകി. കാരണം അന്വേഷണത്തിന്റെ വീഴ്ചയുണ്ട്, ഒപ്പം ഈ നേരത്തെ കളക്ടറുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നു. ദിവ്യക്കെതിരെയുള്ള കാര്യങ്ങളിലും അത്തരം കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നതായി വീണ്ടും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവീൺ ബാബുവും ഒപ്പം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് ശരിയായ രീതിയിൽ നടക്കണം കൂടി. ഈ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ കുടുംബത്തിന് വലിയ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതില് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ട് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്, നേരത്തെ തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ഈ പോലീസിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണം, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണം എന്നൊരു ആവശ്യം കുടുംബത്തിന് ഇപ്പോഴും ഉണ്ടോ? ടോം, അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കാരണം നിലവിലുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നേരത്തെ തന്നെ PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ഒരു ജുഡീഷ്യൽ, അതായത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിൽ തന്നെ പോയെങ്കിൽ ഇനി ഈ അന്വേഷണം കൃത്യമായി നടക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കുടുംബം ഉള്ളത്. എന്തായാലും നിലവിലുള്ള ചോദ്യങ്ങൾ, അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിൽ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കുടുംബം നമ്മളോട് പറയുന്നത്. പക്ഷേ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യങ്ങൾ മൊഴി നൽകിയത്, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നതിന്, കേസുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ എന്തായാലും തീർച്ചയായും PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് അന്വേഷണത്തിലുണ്ടായ വീഴ്ചയാണെന്നുള്ള കാര്യത്തിലാണ്
കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്. അത്തരം കാര്യത്തിൽ അന്വേഷണ സംഘം ശശിനാരായണൻ, ഈ വിഷയത്തില് പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതില് അതിനെതിരെ കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അത്തരമൊരു നടപടി കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മേൽക്കോടതിയെ സമീപിച്ചിട്ടുണ്ടോ കുടുംബം? ടോം, അത്തരമൊരു സാഹചര്യത്തിലേക്ക് കുടുംബം നീങ്ങാനാണ് സാധ്യത. കാരണം ഈ നിലവിലെടുത്ത സാഹചര്യത്തിൽ അതാണ് ഇനിയുള്ള മാർഗം. അതുകൊണ്ട് തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കുക, അതായത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബം സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നിലവിലുള്ള അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നവീൻ ബാബുവിന്റെ മരണം നടന്നതിന് ശേഷം വീട്ടിലെത്തി മൊഴിയെടുക്കാനോ കൃത്യമായി കുടുംബത്തിൽ നിന്ന് വിശദമായ രേഖകൾ ഇവരുടെ ഭാഗം കേൾക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പി ദിവ്യയ്ക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി ജാമ്യം ലഭിക്കാനുണ്ടായെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്ന ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പുമായി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വിശദമായ മൊഴി കുടുംബം രണ്ടുപേരും, അതായത് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും ഭാര്യ മഞ്ജുഷയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. 2.5 മണിക്കൂറോളമാണ് ഈ വീട്ടിലെത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി എടുത്തത്. അത്തരത്തിൽ വിശദമായ ഒരു മൊഴി നൽകിയെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പക്ഷെ അത് ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിൽ എന്തിനൊക്കെ മറുപടി നൽകി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറയുന്നത്. എന്തായാലും നിലവിലുള്ള മൊഴിയിൽ ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം കളക്ടറുമായി നവീൻ ബാബു ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കളക്ടർ നൽകിയ മൊഴി കുറ്റസമ്മതം നടത്തി എന്നുള്ള കാര്യങ്ങളിലെല്ലാം അത് കള്ളമാണ് എന്നുള്ള കാര്യം കൂടി മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള സൂചന കൂടി നമുക്കുണ്ട്. അത്തരത്തിൽ പറയുന്ന രീതിയിൽ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ശശിനാരായണ, ഈ കേസിനെ, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിനെ ദുർബലപ്പെടുത്തിയത് കളക്ടറുടെ മൊഴിയായിരുന്നു. തനിക്ക് തെറ്റുപറ്റി എന്ന് ADM നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് കളക്ടർ പോലീസിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ വകുപ്പുകൾ ഈ കേസ് അന്വേഷിച്ചപ്പോഴും സമാനമായ മൊഴിയായിരുന്നു കളക്ടർ നൽകിയത്. കളക്ടറുടെ വീണ്ടും മൊഴി രേഖപ്പെടുത്തണം, ആ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട്, ദുരൂഹതയുണ്ട് എന്നൊരു ആക്ഷേപം തന്നെയാണോ കുടുംബത്തിനുള്ളത്? ടോം, തീർച്ചയായും അത് തന്നെയാണ്. കളക്ടർക്കെതിരെ ശക്തമായ മൊഴിയാണ് നൽകിയിട്ടുള്ളതെന്നാണ് നമ്മളോട് അവർ അനൗദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കളക്ടർക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്നുള്ള അടിസ്ഥാനരഹിതമാണ്, അത് കള്ളമാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരം കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം വേണം. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ ദിവ്യക്കെതിരെയുമുള്ള അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം വേണം. പെട്രോൾ പമ്പ് അനുവദിക്കുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന്റെ മൊഴിയും സംഘം രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് ഇവിടെ എത്തിയത്. ആ കാര്യത്തിലും ഒരു മൊഴി കുടുംബം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരുമായി നവീൻ ബാബു പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബവുമായി നവീൻ ബാബു പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒരു പരിമിതി ഉണ്ട് പറയാൻ എന്നുള്ള രീതിയിലാണ് കുടുംബം നമ്മൾ പറഞ്ഞത്. പക്ഷേ എല്ലാ കാര്യങ്ങളും തൃപ്തമായ രീതി മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ട് അതനുസരിച്ചായിരിക്കും കേസ് മുന്നോട്ട് പോകുക. അതിൽ തൃപ്തി അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബം എത്തും എന്നുള്ളതാണ്. അത് അഭിഭാഷകനുമായി ആലോചിച്ചായിരിക്കും കുടുംബം തീരുമാനമെടുക്കുക. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ ഭാഗം പറയുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും, ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ദുരൂഹതകളും നീക്കുന്നതുമായി ബന്ധപ്പെട്ടും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൊഴി വിശദമായി നൽകിയിട്ടുണ്ട് എന്നാണ് പ്രവീൺ ബാബുവും ഭാര്യ മഞ്ജുഷയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം ഒരു ബൈറ്റ് അവർ തരാൻ തന്നില്ല. കാരണം അത് പറയുന്നതിന് പരിമിതിയുണ്ട്. കേസ് കോടതി നിൽക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരു മൊഴി തുറന്നു പറയാൻ പരിമിതി ഉണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നീതി തങ്ങൾക്ക് ലഭിക്കണം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നീതി തങ്ങൾക്ക് ലഭിക്കണം. കേസ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ചില പ്രവണതകളുണ്ട്. അതിൽ ഈ പി ദിവ്യ അടക്കം രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് പോലീസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നീതി ലഭിക്കണം എന്നൊരു കാര്യം തന്നെയാണ് മൊഴിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കൂടി കുടുംബം അന്വേഷണ സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മാർഗം. അത് അത്തരത്തിൽ നീങ്ങാനാണ് സാധ്യത. അത് അഭിഭാഷകനുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യമായി മുന്നോട്ട് പോവുക. എന്തായാലും മൊഴിയെടുപ്പ് കഴിഞ്ഞ സംഘം അല്പസമയം മുമ്പാണ് ഈ മലയാളപ്പുഴ വീട്ടിൽ നിന്നും മടങ്ങിയെത്തും. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ADM
നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്ത് ഏകദേശം 2 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു. കണ്ണൂർ കളക്ടർക്കെതിരെയും പി ദിവ്യക്കെതിരെയും മൊഴി നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കുടുംബം പങ്കുവയ്ക്കുന്നില്ല. മറ്റ് നിയമപരമായ